ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തംബ്നെയിലിൽ കണ്ടപോലെ MS Office 2021 ഫ്രീ ആയിട്ട് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. പൈസ ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് രണ്ട് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തതായിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ഗൂഗിളിൽ ഓഫീസ് കസ്റ്റമൈസേഷൻ ടൂൾ അത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം ആദ്യം വരുന്ന ഓഫീസ് കസ്റ്റമൈസേഷൻ ടൂൾ ഇതിനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന ബിറ്റ്സ് ആണ് 64 ബിറ്റ്. അതിനെ ചേഞ്ച് ചെയ്യേണ്ട, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. താഴോട്ട് വരാം. ഇവിടെ നമുക്ക് ഏതാണ് ഓഫീസ് വേണ്ടതെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യണം. ക്ലിക്ക് ചെയ്യുക. നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓഫീസ് LTSC പ്രൊഫഷണൽ പ്ലസ് 2021 ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിനെ സെലക്ട് ചെയ്യാം. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ വിടുക. താഴോട്ട് വരിക. ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ആവശ്യമുള്ളതിനെ നമുക്ക് വയ്ക്കാം, ആവശ്യമില്ലാത്തതിനെ ഓഫ് ചെയ്തിടാം. ഇപ്പോൾ പബ്ലിഷർ വേണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഓഫ് ചെയ്തിടാം. ഔട്ട്ലുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഓഫ് ചെയ്തിടാം. OneNote വേണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഓഫ് ചെയ്തിടാം. സോ ആവശ്യമുള്ളത് വയ്ക്കാം, ആവശ്യമുള്ളത് ഓഫ് ചെയ്തിടാം. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ലാംഗ്വേജ് നമ്മൾ യൂഷ്വലി ഇംഗ്ലീഷ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് കൊടുക്കുന്നത്, അത് കൊടുക്കാം. അഡീഷണൽ ലാംഗ്വേജ് ഒക്കെ ആവശ്യമുള്ളവർ, ഇപ്പോൾ മലയാളം അങ്ങനെയൊക്കെ ലാംഗ്വേജ് ഒക്കെ ആവശ്യമുള്ളവർ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലാത്തവർ അങ്ങനെ വിടാം. നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വിടുക. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അൺഇൻസ്റ്റാൾ എനി MSI വേർഷൻ, സോ അത് നമുക്ക് ഓഫ് ചെയ്തിടണം. അത് ഓഫ് ചെയ്തിടാം. താഴോട്ട് വരിക. നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ ലൈസൻസിൻ്റെ പ്രൊഡക്റ്റ് കീ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇതുണ്ടല്ലേ, ഈ KMS അത് അങ്ങനെ തന്നെ ഇരിക്കണം, അതിനെ ചേഞ്ച് ചെയ്യല്ലേ, അങ്ങനെ തന്നെ ഇരിക്കണം. എന്നിട്ട് താഴോട്ട് വന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളിപ്പോൾ ഓഫീസിലെ ആവശ്യത്തിന് വേണ്ടിയാണ് MS Office ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. നെക്സ്റ്റ് ബട്ടൺ, എന്നിട്ട് താഴെ സ്ക്രോൾ ചെയ്തിട്ട് അവസാനം ഫിനിഷ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ എക്സ്പോർട്ട് ചെയ്യണം. സോ എക്സ്പോർട്ട് പ്രസ് ചെയ്യാം. ഇവിടെ ഇതുണ്ടല്ലോ, ഈ സെക്കൻഡ് വൺ ഇവിടെ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓഫീസ് ഓപ്പൺ XML ഫോർമാറ്റിലാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. സോ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ വന്നിട്ട് OK ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ നമുക്ക് ലൈസൻസ് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അക്സെപ്റ്റ് ലൈസൻസ്. അതിനുശേഷം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ സാധനം നമ്മുടെ ഡൗൺലോഡ്സിൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡൗൺലോഡ്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ കണ്ടില്ലേ, കോൺഫിഗറേഷൻ ഇത് ഡൗൺലോഡ് ആയിട്ട്. ഇത് നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ Ctrl+C കൊടുത്ത് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലോക്കൽ ഡിസ്കായ C പ്രോംപ്റ്റിൽ തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ന്യൂ ഫോൾഡർ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. അത് MS Office എന്ന് മാത്രം കൊടുത്തിട്ട് അതിന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇപ്പം നമ്മൾ കോപ്പി ചെയ്തതിനെ ഇവിടെ Ctrl+V കൊടുത്ത് പേസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് രണ്ടാമതൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. സോ അതിനുവേണ്ടി നമുക്ക് വീണ്ടും ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമ്മൾ അടിക്കേണ്ടത് ഓഫീസ് ഡിപ്ലോയ്മെൻറ്റ് ടൂൾ, ഇതിനെ സെലക്ട് ചെയ്യുക. ആദ്യം വരുന്ന ഡൗൺലോഡ് ഓഫീസ് ഡിപ്ലോയ്മെൻറ്റ് ടൂൾ അതിനെ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യണം. സോ ഡൗൺലോഡ് പ്രസ് ചെയ്യുക. ഇതിവിടെ വീണ്ടും നമ്മുടെ ഡൗൺലോഡ്സിൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഡൗൺലോഡ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തതിനെ വീണ്ടും കോപ്പി ചെയ്ത് നമ്മൾ സിയിൽ ആദ്യം ഇതിന് കോൺഫിഗറേഷൻ ചെയ്തിട്ടില്ലേ MS Office, അവിടെ ഓപ്പൺ ചെയ്ത് ഇതിനെ വീണ്ടും അവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ ഡൗൺലോഡ് ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ഇൻസ്റ്റാൾ പ്രസ് ചെയ്യുക. യെസ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇത് ലൈസൻസ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഫയൽ എക്സ്ട്രാക്ട് ചെയ്യണം. സോ ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ മൈ PC ഓപ്പൺ ചെയ്തിട്ട് C ലൊക്കേഷൻ തന്നെ, C പ്രോപ്പർട്ടി തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. മേക്ക് ന്യൂ ഫോൾഡർ. അവിടെ അടിക്കേണ്ടത് MS Office 2021 അത് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ OK ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അവിടെ നമ്മൾ പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിനകത്ത് ഇതിൻ്റെ സെറ്റപ്പ് പോയിട്ടുണ്ടാവും. ഫോൾഡർ നമ്മൾ ലോക്കൽ ഡിസ്കിൽ സേവ് ചെയ്തത് അതവിടെ കിടപ്പുണ്ട്, MS Office. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതുള്ളത്, നമുക്ക് ഇവിടെ ഗൂഗിളിൽ വീണ്ടും വരണം.
ഗൂഗിളിൽ വീണ്ടും വന്നിട്ട് നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇവിടെ ഓഫീസ് ഡിപ്ലോയ്മെൻറ്റ് ടൂൾ 2021 ഇതുണ്ടോ, ഓഫീസ് ഡിപ്ലോയ്മെൻറ്റ് ടൂൾ 2021, അത് പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ആദ്യത്തെ ഡിപ്ലോയ്മെൻറ്റ് ഓഫീസ് ഇതിനെ ഓപ്പൺ ചെയ്യാം. അത് ഓപ്പണായി വരുമ്പോൾ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യണം. താഴെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ ഇൻസ്റ്റോൾ ഓഫീസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ടല്ലോ, ഇൻസ്റ്റോൾ ഓഫീസ് LTSC 2021 ബൈ യൂസിങ് ദി ഓഫീസ് ഡിപ്ലോയ്മെൻറ്റ് ടൂൾ. സോ ഇവിടെ കൊണ്ടുവന്ന് സ്ക്രോൾ ചെയ്ത് നിർത്തണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കമൻറ്റ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യണം. സോ അതിന് നമ്മൾ മെനു പ്രസ് ചെയ്തിട്ട് CMD കൊടുത്ത് കമൻറ്റ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യണം. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യാനുള്ള നമ്മുടെ ഫോൾഡർ ഉണ്ടല്ലോ, MS Office 2021 നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തേ, ആ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ മുകളിൽ ഈ ടോപ്പിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ കണ്ടോ C പ്രോംപ്റ്റിൽ കിടപ്പുണ്ട് MS Office, ഇതിനെ നമുക്ക് ഇതേപോലെ Ctrl C കൊടുത്ത് കോപ്പി ചെയ്യണം. എന്നിട്ട് നമ്മുടെ കമൻറ്റ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ CD കൊടുത്തതിന് ശേഷം സ്പേസ് ഇട്ടിട്ട് അതിനെ പേസ്റ്റ് ചെയ്യുക, Ctrl V, എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇപ്പം നമ്മുടെ MS Office 2021 ഇൻസ്റ്റാളേഷൻ്റെ ആ സെക്ഷൻ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനിയും ചെയ്യാനുള്ളത് നമ്മൾ ഗൂഗിളിൽ സ്ക്രോൾ ചെയ്ത ഒരു സെക്ഷൻ വെച്ചിട്ടില്ലേ, അത് ഓപ്പൺ ചെയ്യണം. ഇവിടെ സ്ക്രോൾ ചെയ്തേക്കണേ, ഇതിനെ നമുക്ക് കോപ്പി ചെയ്യണം. ഇവിടെ ഒരു കോപ്പി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതേ ക്ലിക്ക് ചെയ്താൽ അത് പച്ച കളറിൽ കോപ്പിയായി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും നമ്മുടെ കമൻറ്റ് പ്രോംപ്റ്റിൽ വരണം. കമൻറ്റ് പ്രോംപ്റ്റിൽ വന്നിട്ട് ഇവിടെ Ctrl V പേസ്റ്റ് ചെയ്യണം. ഞാൻ ഓൾറെഡി MS Office എൻ്റെ സിസ്റ്റത്തിൽ ചെയ്തേക്കുന്നതുകൊണ്ട് ഞാൻ ഇനിയും വീണ്ടും ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റാളേഷൻ ആകത്തില്ല. അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ Ctrl V പ്രസ് ചെയ്ത് ഇവിടെ ഇട്ടതിന് ശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങളുടെ MS Office 2021 ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് നമ്മൾ MS Office 2021 ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലാണ്. സോ എൻ്റെ ഫസ്റ്റ് വീഡിയോയും കൂടെ ആയതുകൊണ്ട് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എന്നെ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും നിങ്ങളെ കാണുന്നവരെ മാസ്ക്മാൻ സൈനിങ് ഓഫ്.